أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ കിതാബ് ആരംഭിച്ചിട്ടുള്ളത് ഒരു ആയത്ത് അടിസ്ഥാനപ്പെടുത്തിയാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. കട്ടാവുന്നുണ്ടോ? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക. യുഹബ്ബിബുക്കുമുല്ലാഹ്. എന്നെ പിൻപറ്റിയാൽ അള്ളാഹ്ക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടാകും. അവിടെയാണ് നമ്മൾ ഈ കിതാബ് ഓതുന്നതിൻ്റെ പ്രസക്തി. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് പിൻപറ്റുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിലൊക്കെ മാറ്റം വരുത്തുക. എന്നാൽ യഗ്ഫിർ യുഹബ്ബിബുക്കും അല്ലാഹു യഗ്ഫിർ ലക്കും ദുനൂബക്കും. അള്ളാഹു നിങ്ങളെ പാപങ്ങളൊക്കെ പുറത്തുതരും. ജീവിതത്തിൽ ചെയ്ത തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു മാപ്പാക്കി തരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോതിരത്തെക്കുറിച്ചും സീലിനെക്കുറിച്ചുമാണ്. നബി തങ്ങൾ ഒരു രാഷ്ട്രത്തിൻ്റെ നേതാവ് കൂടിയാണല്ലോ. നബി തങ്ങൾക്ക് ഒരു സീല് വേണം. നോക്കൂ, ബാബു മാ ജാഅ ഫീ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യതഖത്തമു ഫീ യമീനിഹി ഫീ ദിക്രി ഖാതമി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസിൻ്റെ സനദ് നമ്മൾ ബർക്കത്തിന് വേണ്ടി വായിക്കുകയാണ്. ഹദ്ദസനാ ഖുതൈബത്ത് ബിൻ സഈദ് وغير واحد عن عبد الله بن وهب عن يونس عن ابن شهاب عن أنس بن مالك رضي الله عنه. അനസ് ബിൻ മാലിക് എന്ന് പറയുന്ന സ്വഹാബിയിൽ നിന്ന് ശിഷ്യൻ ഇബ്നു ശിഹാബ് എന്നവർ, അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ യൂനുസ് എന്നവർ, യൂനുസ് എന്നവരിൽ നിന്ന് അബ്ദുല്ലാഹി ബിൻ വഹബ് എന്ന് പറയുന്ന ശിഷ്യൻ, അദ്ദേഹത്തിൽ നിന്ന് ഖുതൈബത്ത് ബിൻ സഈദ് എന്ന് പറയുന്ന ശിഷ്യൻ. ആ ഖുതൈബത്ത് ബിൻ സഈദിൽ നിന്നാണ് ഞാൻ ഈ ഹദീസ് കേട്ടത്. ഇമാം തുർമുദി. കാന ഖാതമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ബരിഖിൻ. നബി തങ്ങളുടെ മോതിരം വെള്ളി മോതിരമായിരുന്നു. വക്കാന ഫസ്സുഹു ഹബഷിയൻ. ആ മോതിരത്തിന് ഒരു അച്ചുണ്ടായിരുന്നു, അത് ഹബഷിയായിരുന്നു. ഒരു മോതിരക്കല്ലുണ്ടായിരുന്നു, ഒരു അഖീഖിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതോ ഒരു മോതിരക്കല്ലുണ്ടായിരുന്നു. ആ മോതിരക്കല്ല് എത്തോപ്യയിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. കറുപ്പും വെളുപ്പൊക്കെ കളറുള്ള ഒരു ഐറ്റം മോതിരക്കല്ല്. മോതിരത്തിൻ്റെ മുകളിലുണ്ടാകുന്ന ആ സാധനം. ഹദ്ദസന മറ്റൊരു ഹദീസ് അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാതമൻ മിൻ ഫിദ്ദത്തിൻ. വെള്ളിൻ്റെ ഒരു സീല് നബി തങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഫകാന യഖ്തിമു ബിഹി. അതുകൊണ്ട് നബി തങ്ങൾ സീല് ചെയ്യുമായിരുന്നു കത്തുകൾ മറ്റൊക്കെ അയക്കുമ്പോൾ. വലാ യൽബസുഹു. അത് നബി തങ്ങൾ കയ്യിൽ അണിഞ്ഞിരുന്നില്ല. പല ഐറ്റം മോതിരം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്, മോതിരവും സീലും ഒക്കെ. ഒരു ഹദീസ് കേൾക്കാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു ഹദീസ്. ലമ്മ അറാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യക്തുബ ഇലൽ അജമി. മറ്റ് അറേബ്യൻ അല്ലാത്ത മറ്റ് രാജ്യങ്ങളിലേക്ക്, പെർഷ്യയിലേക്കും റോമിലേക്കൊക്കെ നബി തങ്ങൾ കത്തെഴുതാൻ ഉദ്ദേശിച്ചപ്പോൾ നബിനോട് പറഞ്ഞു, നബിയെ നിങ്ങൾ കത്തെഴുതുമ്പോൾ ഇന്നൽ അജമ ലാ യഖ്ബലൂന ഇല്ലാ കിതാബൻ അലൈഹി ഖാതമുൻ. സീൽ ചെയ്യാത്ത, അയക്കുന്ന ആളെ സീൽ ചെയ്യാത്ത കത്ത് അവർ സ്വീകരിക്കൂല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരാൾ ഒരു സീൽ ഉണ്ടാക്കി കൊടുത്തു. ഒക്കെ അന്നി അൻദുറു ഇലാ ബയാദിഹി ഫി കഫി. അത് നബി തങ്ങൾ കയ്യിൽ ധരിക്കുകയും ചെയ്തു. ആ വെള്ളിൻ്റെ ആ മോതിരം നബിൻ്റെ വിരലിൽ ഇങ്ങനെ തിളങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു.
കാന നഖ്ശു ഖാതമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുൻ സത്റുൻ വറസൂലുൻ സത്റുൻ വല്ലാഹു സത്റുൻ. ആ സീല് എഴുതിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വരിയിൽ മുഹമ്മദ്, റസൂല്, അള്ളാഹു ഇങ്ങനെ എഴുതിയിരുന്നത്. മുഹമ്മദുൻ റസൂലുല്ലാഹ് എന്ന് അങ്ങനെ എഴുതിയിരുന്നു. ഒറ്റ വരിയായിട്ടല്ല, 3 വരിയിലായിട്ട് മുഹമ്മദ്, റസൂല്, അള്ളാഹ് എന്നിങ്ങനെയാണ് എഴുതിയിരുന്നത്. മറ്റൊരു ഹദീസ് അനിൽ സുഹ്രി അൻ അൻസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ ദഖലൽ ഖലാഅ, നബി തങ്ങളുടെ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ നസഅ ഖാതമഹു, തൻ്റെ മോതിരം മൂരി വെക്കാറുണ്ടായിരുന്നു. കാരണം അതിൽ എന്താ ഉള്ളത്? മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ബാത്റൂമിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത്തഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാതം മിൻ ബരിഖിൻ, ഒരു വെള്ളി മോതിരം ഉണ്ടാക്കി. ഫക്കാന ഫി യദിഹി, അത് നബിൻ്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഖാന ഫി യദി അബീ ബക്കറിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു വിരലിലിട്ടു. സുമ്മ കാന യദി ഉമറ, സുമ്മ കാന ഫി യദി ഉസ്മാന റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ മോതിരം വഖഅ ഫി ബീരി അരീസ്, മദീനയിലുള്ള അരീസ് കിണറിൽ അത് വീണുപോയി. അതോടുകൂടെയാണ് ഖിലാഫത്തിന് വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ് ചരിത്രം പറയുന്നത്. അതുവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആ മോതിരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ ധരിച്ചിരുന്ന ആ മോതിരം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ നിന്ന് അരീസ് കിണറിൽ, നമ്മൾ മദീനയിലൊക്കെ പോകുമ്പോൾ കാണുക കിണർ, അതിലൊരു മോതിരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്ര തിരഞ്ഞിട്ടും കിട്ടിയില്ല. വെള്ളം വറ്റിച്ച് കഷ്ടപ്പെട്ട് തിരഞ്ഞു നോക്കി, പക്ഷേ ആ മോതിരം കിട്ടിയിട്ടില്ല. ആ മോതിരം കിടക്കുന്ന ഒരു കിണറുണ്ട് മദീനയിൽ, ബീറു അരീസ് എന്നാണ് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോതിരം എവിടെയായിരുന്നു ധരിച്ചിരുന്നത്? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു നിവേദനം, അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൽബസു ഖാതമഹു ഫി യമീനിഹി, വലത് കയ്യിലായിരുന്നു ധരിച്ചിരുന്നത്. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ കാണാം. ജാബിർ ബിൻ അബ്ദുല്ലാഹി ബിൻ ജാഫർ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തഖദ ഖാതമൻ ഫിദ്ദത്തിൻ, ഒരു സ്വർണ്ണത്തിൻ്റെ മോതിരം ഉണ്ടാക്കി, അല്ല വെള്ളിൻ്റെ മോതിരം. വജഅല ഫസ്സഹു മിമ്മാ യലി കഫഹു, പക്ഷേ അതിൻ്റെ ആ മോതിരക്കല്ല് വിരലിൻ്റെ പുറഭാഗത്തായിരുന്നില്ല, ഉൾഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതിയിട്ടുള്ള ആ മോതിരത്തിൻ്റെ അച്ചില്ലേ, ആ അച്ച് അത് നമ്മളൊക്കെ പുറത്തേക്കല്ലേ ഇടാറുള്ളത്, നബിൻ്റെത് അകത്തേക്കായിരുന്നു. മനഹ യൻഖുസ് അഹദുൻ അലൈഹി വഹുവ അല്ലദീ സഖത മിൻ മുഅഖീബ ഫീ ബീരി അരീസ്, അതിന്മേൽ പ്രത്യേക അച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി എഴുതിയൊന്നുണ്ടായിരുന്നു, എഴുതാത്തുണ്ടായിരുന്നു. ഈ എഴുതാത്ത ഈ മോതിരാണ് മുഅഖീബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അരീസ് കിണറിൽ വീണുപോയത്. നബിൻ്റെ ഈ സീലും മോതിരമൊക്കെ കൈകാര്യം ചെയ്തിരുന്ന സഹാബിൻ്റെ പേരാണ് മുഅഖീബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു കൈ ധരിച്ചിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു കൈ ധരിച്ചിട്ടുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സീലുണ്ടാകുമല്ലോ, രാഷ്ട്രങ്ങൾക്കും മറ്റുമൊക്കെ കത്തയക്കുമ്പോൾ ഒക്കെ ഒപ്പിടുന്നേ, ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തം നബി തങ്ങൾ കൊടുത്തതിന് മുഅഖീബിനായിരുന്നു. ആ മുഅഖീബിൽ നിന്ന് തന്നെയാണ് ഈ കിണറ്റിൽ വീണുപോയതും. അപ്പോൾ വലത് കൈയിലാണ് മോതിരം ധരിക്കേണ്ടത്, സുന്നത്ത്. ഇനി ഇടത് കൈ ധരിച്ചാലോ അത് ഹറാമൊന്നുമല്ല. കാനൽ ഹസൻ വൽ ഹുസൈൻ യതഖത്തമാനി ഫി യസാരിഹിമ, ഹസനും ഹുസൈൻ എന്നിവരും ഇടത് കൈയിലായിരുന്നു മോതിരം ധരിച്ചിരുന്നത്. അപ്പോൾ നബി തങ്ങൾ വലത് കൈയിലാണ് ധരിച്ചിരുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ വലത് കൈയിലാണ് ധരിച്ചിരുന്നത്. ഇടത് കൈ ധരിക്കുന്നതിന് അവർക്ക് എന്തെങ്കിലും കാരണം ഉണ്ടാകും, ഹസൻ ഹുസൈൻ എന്നവർക്ക്. ഹദീസൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഹദീസുകളിലൊക്കെ കാണുന്നത് വലത് കയ്യിൽ എന്നാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് ഇവിടെ കൊടുക്കാനുള്ള കാരണം അത് ദുർബലമാണ്, പ്രബലമായ ഹദീസുകളൊക്കെ വലത് കയ്യിൽ ധരിക്കുന്നതിനാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ
ഇടത് കയ്യിൽ നബി തങ്ങൾ മോതിരം ധരിച്ചിരുന്നു എന്ന റിപ്പോർട്ട് ഹദീസുല്ല യസിഹു സഹീഹ് അല്ലാത്ത ഹദീസാണ് എന്ന് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുന്നു. നബി തങ്ങൾ സ്വർണത്തിൻ്റെ മോതിരം ധരിച്ചിരുന്നോ? ഇത്തഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമൻ മിൻ ദഹബിൻ, ഒരു സ്വർണത്തിൻ്റെ മോതിരം ഉണ്ടാക്കി. ഫക്കാന യൽബസുഹു ഫി യമീനിഹി, നബി തങ്ങൾ അത് വലത് കയ്യിൽ ധരിച്ചിരുന്നു. ഫത്തഖദ അന്നാസു ഖവാതിമ മിൻ ദഹബിൻ, അങ്ങനെ ജനങ്ങളും സ്വർണത്തിൻ്റെ മോതിരം ഉണ്ടാക്കി. ഫതറഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ അല്ലാഹു തആല അത് വിലക്കിക്കൊണ്ട് വന്നപ്പോൾ നബി തങ്ങൾ അത് വലിച്ചെറിഞ്ഞു. നബി പറഞ്ഞു, ലാ അൽബസുഹു വഹദാ, ഞാൻ ഈ സ്വർണ്ണ മോതിരം ഇനി ധരിക്കുകയില്ല എന്ന് പറഞ്ഞ് നബി തങ്ങൾ എടുത്തിട്ടു, കൈ നിലത്തുനിന്ന് നിലത്തേക്ക് ഇട്ടു. ഫതറഹന്നാസു ഖവാതിമഹും, നബി തങ്ങൾ ഇടുന്നത് കണ്ടിട്ട് കയ്യിലുണ്ടായിരുന്ന എല്ലാ മോതിരങ്ങളും സഹാബാക്കളും ഊരി എടുത്തിട്ടു സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹ്ബിഹി വസല്ലം. അപ്പോൾ മോതിരം ധരിക്കൽ സുന്നത്താണ്. പുരുഷന്മാർക്ക് വെള്ളി മോതിരം ധരിക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്ത് കരുതിയാൽ അതിന് കൂടുതൽ കൂലി കിട്ടും. കൂടുതലല്ല, അപ്പോഴേ കൂലി കിട്ടുള്ളൂ. എല്ലാ സമയത്തും മോതിരം ഇങ്ങനെ കയ്യിൽ കിടക്കുമ്പോൾ അതെല്ലാ സമയത്തും കിട്ടുന്നൊരു സുന്നത്തായിരിക്കുമല്ലോ. അപ്പോൾ 2 മോതിരമൊന്നും ഇപ്പോൾ നബി തങ്ങൾ ധരിച്ചതായിട്ട് കാണുന്നില്ല. അപ്പോൾ 2 വേണ്ട, 1 മതി. ഈ മുസ്ലിമീങ്ങൾ വെള്ളിൻ്റെ ധരിക്കുള്ളൂ. മറ്റുള്ള മതക്കാരൊക്കെ സ്വർണത്തിൻ്റെ മാലയും സ്വർണത്തിൻ്റെ വളയും സ്വർണത്തിൻ്റെ ഒക്കെ ആണുങ്ങളൊക്കെ ധരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. മുസ്ലിമീങ്ങളായ ആളുകൾ പല സാധനവും പലയിടത്തും കിട്ടുന്നത് കാണാം. പക്ഷേ സുന്നത്തായ ഒന്നുണ്ട്, വെള്ളിയുടെ മോതിരം എന്നുള്ളതാണ്. നല്ല ശുദ്ധമായ വെള്ളി വാങ്ങിയിട്ട് ഒരു ചെറിയൊരു മോതിരം, അതിന് കല്ലുണ്ടായാലും വേണ്ടില്ല, കല്ലില്ലെങ്കിലും വേണ്ടില്ല. അപ്പോൾ എന്തെങ്കിലും അക്കീക്കോ കല്ലിനൊക്കെ എന്തെങ്കിലുമൊക്കെ രഹസ്യമുണ്ടോ എന്ന് ചോദിക്കുക. എന്തൊക്കെയോ കണ്ട്, അതൊന്നിപ്പോൾ കിതാബ് സുന്നത്തുകൊണ്ട് കിട്ടേണ്ടതല്ല. അപ്പോൾ സ്വർണം ഒരു കല്ലാണല്ലോ, അതിനെന്തൊക്കെയൊക്കെ പ്രത്യേകത ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ മോതിരക്കല്ലുകൾ എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ഭൂമിയിലെ ഒരു കല്ലാണ്. അത് കോഹിനൂർ അടക്കമുണ്ട്, കോടി വിലയുള്ള കല്ലുകളുണ്ട്. സ്വർണത്തിൻ്റെ ഒക്കെ 100 ഇരട്ടി വിലയുള്ള കല്ലുകൾ. അപ്പോൾ എന്തൊക്കെയൊക്കെ സവിശേഷതകൾ അതിലുണ്ട് എന്ന് അനുഭവം കൊണ്ടാണ് അത് പറയേണ്ടത്. അതുകൊണ്ടാണല്ലോ അപ്പോൾ അതിന് വില ഉണ്ടായത്. അല്ലാതെ ഇപ്പോൾ നമ്മൾ നടന്നു പോണ ബൈക്കിലുള്ള കല്ലിനൊന്നും ഇപ്പോൾ അതിന് വില കാണുന്നില്ലല്ലോ. അപ്പോൾ നടന്നു പോകുന്ന ആളുകളെന്നത് കാണുന്നില്ലല്ലോ, കല്ലിന് വില കാണുന്നില്ലല്ലോ. അപ്പോൾ അതാണ് സംഗതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളുടെ സുന്നത്ത് പിൻപറ്റി ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അവൻ്റെ സ്വാലിഹീങ്ങളിലും മുത്തഖീങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പെടുത്തി തരട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.